നീ വരുന്നില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ ഞാൻ ഇപ്പഴേ ഓർത്തു. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട്. ഐസ്ക്രീം പേഴ്സ് നീ ആവശ്യമുള്ള വാങ്ങിച്ചു വെച്ചോ. നേരത്തെ വീട്ടിലെത്തിയേക്കണേ. പോയാ என்னையா என் முட்டையில உடைச்சிட்டு நில்லையா? நான் கேக்குறேன். டேய் என்னடா? ஐயோ என்ன பண்ணுவேன் கடவுளே, என்ன மானம் போச்சு. எங்க மானம் போச்சு? எதுக்கு தான் நீ மார்க்கெட் போற? Sorry, it's my mistake. என்னவா அது? ஐயா பாக்கையா ஐயோ வேண்டாண்ணே, மன்னிச்சிருங்க, அந்த அம்மா சொல்லிட்டா.
இந்த பொண்ணோட திமிர பாத்தீங்களா? இவரை ரவுடிய வச்சு அடிக்கலான்னு பாத்தியா? ஐயோ, நான் இவரை புடலங்கா வச்சு அடிச்சிட்டேனே. மன்னிப்பு கேள்டி. ஐம் சாரி. ஐ ஆம் சாரி இல்ல தமிழ் പറ இவர் கூட മനസ്സിലാവട്ടെ. என்ன மன்னிச்சிடுங்க. கால்ல விழுந்து மன்னிப்பு கேள்டி. மூஞ்சிய பாரு. கால்ல விழுந்து மன்னிப்பு கேள்டி. കാലിലൊന്നും വേണ്ട. എവിടെ? എന്താ മോളെ കാര്യം? ഇപ്പൊ ഒരാളെ തൂക്കിക്കൊല്ലണം. പറ്റുമോ? മോൾ എന്തായി പറയുന്നേ? തൂക്കിക്കൊല്ലേ? അല്ലെങ്കിൽ വേണ്ട. 10 വർഷം ഒരുത്തനെ ജയിലിലിടാമോ? എന്താ ഉണ്ടായേ? ഒരുത്തന് വലിയ അഹങ്കാരം. ഞാൻ കുറച്ച് ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കാൻ നോക്കി. പക്ഷേ ഏറ്റില്ല. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല അങ്കിൾ. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവന് ജയിലിൽ കയറ്റി 2 ഇടി കൊടുക്കാൻ അങ്കിളിന് പറ്റുമോ? ഐജി അങ്കിളിന്റെ ശ്രീമോക്ക് വേണ്ടിയല്ലേ? ആ ശരി. ആ അച്ഛനും ചേട്ടനും അറിയണ്ട. പിള്ളേരെ വഴിയിറക്കാൻ സമ്മതിക്കില്ല. ഓക്കെ മാഡം, പറഞ്ഞതുപോലെ കൈകാര്യച്ചിട്ടുണ്ട്. ഞാൻ മൂക്കിനൊരു ഇടി ഇടിച്ചോ? വേണ്ട വേണ്ട, ഞാൻ ഇടിച്ചോളാം. ഇപ്പൊ തന്നെ ചാകാറായി. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇടിച്ചോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അണ്ടർസ്റ്റാൻഡ്? യു തേർഡ് റേറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്, സ്കൗണ്ടർ, monkey. ബൈ ഇൻസ്പെക്ടർ. ഓക്കെ മാഡം. എന്തൊക്കെയാ അലക്സ് ചെയ്ത്? കേട്ടില്ലേ സാറേ? സ്കൗണ്ടറൽ, മങ്കി. അതല്ലേ, ഇതാണ് പരിശുദ്ധമായ പ്രേമം. സാറിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വേറെ വല്ലവരായിരുന്നെങ്കിൽ? എന്നാലും ആ പെണ്ണ് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റമകൾ ശ്രീദേവി മേനോന് വടക്കേടത്ത് വണ്ടിപ്പാപ്പന്റെ ഒറ്റമകൻ സാക്ഷാൽ ഈ സാം അലക്സാണ്ടർ വക ഒരു ചെറിയ ഡോസ് കൊടുക്കണ്ടേ സോമൻ സാറേ? തീർച്ചയായും. മങ്കി അല്ലേ? ഇത് ശ്രീദേവി മേനോൻ. അറിയില്ലേ നമ്മുടെ മേലെ വീട്ടിൽ ഡൽഹിയിലെ ഡാൻസ് ഫെസ്റ്റിലെ നമ്പർ 1 ആയിരുന്നു. നമ്മുടെ ആക്റ്റീവ് മെമ്പറും കൂടിയാണ്. Glad to meet you. Thank you. ഹലോ, ഹായ് ഹായ്. ഹലോ നിക്കി, ഹൗ ആർ യു? Fine, how are you? എപ്പോ ഒന്ന് ബോംബെന്ന്? Just arrived. Oh, dear friends, meet Mr. Mickey Mantle. Hello. പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഭാരതീയ സ്ത്രീകളുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാണ് മിസ്റ്റർ മിക്കി. അല്ലേ മിക്കി? Please come. Come, please. According to Upanishadic philosophication, she is the reincarnation of the transformation of the evolution of Indus Valley civilization, realization of the modern day contemporary woman. Chicka baka chicka bum, 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 ശ്രീദേവി, നീ ക്ഷമിക്കണം മാഡം, ഈ കുട്ടി കളിയല്ല. ഇത് ഒരുതരം മാനസിക രോഗമാണ്. വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരുതരം സൈക്കോളജിക്കൽ ഡിസോർഡർ. ഇംഗ്ലീഷിൽ ഇതിനെ ക്ലെപ്റ്റോമാനിയ എന്ന് പറയും. പാവം ഈ വയസ്സിലെ ഈ കുട്ടി എന്നാലുണ്ട് ശ്രീദേവി, നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ
അമ്മയുടെ മകൻ എന്നെ എങ്ങനെയാ ഞാനത് പറയാ? കാര്യം എന്താണെന്ന് പറ. അമ്മേ, എന്നെ കൊല്ലുന്നുണ്ട് അമ്മേ. അമ്മയുടെ മകൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അലക്സോ, ഹലോ മിസ് ക്ലെപ്റ്റോമാനിയ, ഈ പാവം മെക്കാനിക്കിന്റെ വീട്ടിൽ എന്താണ് കാര്യം? മോഷണമാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ വല്ല പഴയ സ്പാൻഡ്രോ ജാക്കിയോ ഒക്കെ കാണൂ. മിസ്റ്റേക്ക്, സൈലൻസർ മിസ്റ്റേക്ക്. ഭാരതശ്രീകൃതൻ ഭാവശുദ്ധി. ദാ, നിനക്ക് അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയോടാ? നീ എന്തിനാടാ ആ കുട്ടിയെ ഉപദ്രവിച്ചേ? ആരെ ശ്രീദേവിയെ. ഉപദ്രവിച്ചെന്ന് ആര് പറഞ്ഞു? അവള് തന്നെ. അമ്മ അവള് കള്ളം പറഞ്ഞതാ. പിന്നെ ഒരു പെണ്ണ് വന്ന് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കള്ളം പറയല്ലേ? അമ്മേ സത്യമായിട്ട് അവൾ നീ ഒന്നും പറയണ്ട. നിനക്കുമില്ലേ ഒരു പെങ്ങളെ? അവള് കള്ളം പറഞ്ഞാലും നിച്ചാച്ചൻ പറഞ്ഞില്ലേ? പിന്നെയും നീ പോടി അപ്പുറത്ത്. ഇവ നാടകം കളിച്ച് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്നോരോന്ന് വരുത്തി വെച്ചേച്ച്. എന്റെ മാതാവേ. അമ്മേ ഞാൻ അമ്മേ, നീ ഇനി എന്നോടൊന്നും സംസാരിക്കരുത്. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. ഇറങ്ങിപ്പോടാ. എന്താടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? ആഗ്രഹം മനസ്സിലാക്കാം, പക്ഷെ ഇത് മൃഗീയമായി പോയി. അല്ല, ഈ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാലേ പോട്ടെ പോട്ടെ പോട്ടെ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി പുറത്താരും അറിയണ്ട. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നേ. അല്ല, അതിപ്പോ ഒരു പെണ്ണ് വന്ന് നേരിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഏതൊരമ്മയായാലും ഇങ്ങനെ ചെയ്തു. അതെ അതെ. അപ്പൊ ഇനി വീട്ടിലോട്ട് പോവാം. അമ്മയെ വിഷമിപ്പിക്കണ്ട. ഇല്ല, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി ഞാൻ വീട്ടിലേക്കുള്ളൂ. അലക്സ് കുട്ടി, മോളെ, അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എങ്ങനെ വരും? എനിക്ക് നിന്റെ മുഖം കാണണ്ടെന്ന് പറഞ്ഞ അമ്മയല്ലേ ഇച്ചാച്ചനെ ഇറക്കി വിട്ടത്? അത് പിന്നെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൻ അങ്ങനെ അങ്ങ് ഇറങ്ങി പോവാ. അമ്മയുടെ മോനല്ലേ, ആദേശം ഇച്ചാച്ചനും കാണും. എന്റെ മാതാവേ.